എല്ലാവർക്കും നമസ്കാരം. സ്റ്റാറ്റിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രക്കാർക്ക് മെയ് 2025 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2025 എങ്ങനെയാണ് നോക്കാം. Ten of Wands, Queen of Swords, Tower Moment, Fool card, King of Cups, Hanged Man. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 10 of Wands and King of Cups എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു മാസം പൊതുവേ സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു സാഹചര്യം അന്തരീക്ഷമാണ് കാണിക്കുന്നത്. നിങ്ങൾ കുറച്ചധികം നാളുകളായിട്ട് ഒത്തിരി പ്രാരബ്ധങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രാരബ്ധങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. ലൈഫ് ജീവിതം ഏത് രീതിയിൽ മുന്നോട്ടേക്ക്, അതായത് കുറച്ചധികം നാളായിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുകയും ജീവിതം ഇനി എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം കുറച്ച് നാളായിട്ട് നിങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞ് ഭാരം അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് കൂടുതലായിട്ട് ഫാമിലി ലൈഫിലാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളായിരിക്കും ചില വ്യക്തികളുടെ, ഇപ്പോൾ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ വീട്ടിൽ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ വീട്ടുകാർ, അവരുടെ കാര്യങ്ങൾ മൊത്തത്തിൽ നിങ്ങളായിരിക്കും നോക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള വ്യക്തികൾ, ബാക്കിയുള്ള മക്കളോ ആരെങ്കിലും അവരെ കാര്യങ്ങളൊന്നും നോക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ. അല്ലെങ്കിൽ നിങ്ങളെല്ലാം ഏറ്റെടുത്ത് എല്ലാം ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് മറ്റുള്ളവരത് അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഹായമായിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടോ അല്ലാതെ ഒരു സഹകരണം മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല. പക്ഷെ നിങ്ങൾ സർവം സഹയായിട്ടുള്ള ഭൂമി എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ഇതുവരെ ജീവിച്ചു വന്നിട്ടുണ്ടാവാം. ഇപ്പോൾ നിങ്ങൾക്കൊരു തോന്നൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ ആ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിന് ഒരു ഗ്രേറ്റ്ഫുൾ ആകുന്നതിന് പകരം മറ്റുള്ളവർ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന നിലയിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്ന സമയമാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഒരു അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട് ഈ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാനായിട്ട്. നിങ്ങൾ ഈ ഒരു അവസരം മുതലെടുക്കുകയും നിങ്ങൾ ഇതിൽ നിന്ന് ഫ്രീ ആവുകയാണ്. ഈ ഭയങ്കരമായിട്ടുള്ളൊരു ഹെവി ബർഡനാണ് ഈ ഒരു കാര്യം നിങ്ങളെ സംബന്ധിച്ച്. ആ ബർഡനിൽ നിങ്ങൾ പുറത്ത് കടക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാര്യങ്ങൾ നിങ്ങളെ പ്രയോറിറ്റൈസ്, അതായത് നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു തുടങ്ങുന്നു എന്നുള്ളത്. അത് പക്ഷേ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു തുടങ്ങുമ്പോൾ മറ്റുള്ളവർ അതായത് അവർ ഒഴിവാക്കിയ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കൂടി ഏറ്റെടുക്കേണ്ടി വരുന്നു. അപ്പോൾ നിങ്ങളൊരു സെൽഫിഷ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളൊരു ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു എന്താ പറയുക നെഗറ്റീവ് ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ നിറച്ചിട്ട് നിങ്ങൾ വീണ്ടും ആ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുക്കാൻ ഉള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ തിരിച്ചതിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ ജീവിതം അവിടെ മാത്രമായിട്ട് ചുറ്റിപ്പറ്റി കിടക്കും. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേത് കൂടിയാണ്, അത് നിങ്ങളുടേത് മാത്രമാണ്. പക്ഷേ നിങ്ങളത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടി ഒഴിഞ്ഞു വച്ചിരിക്കുന്നു എന്നുള്ളതിൽ നിന്ന് മാറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും കൂടിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഒരു മാസം സംഭവ്യമാകുന്നുണ്ട്. പല കാര്യങ്ങളും അതായത് മാനസികമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ഇറങ്ങി ചെല്ലുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരോടുള്ള സ്നേഹവും സഹാനുഭൂതിയും കൂടിപ്പോയത് കൊണ്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർക്ക് ഈ ഒരു മാസം അവസരങ്ങൾ പലതും വരുന്നുണ്ട്. നിങ്ങളത് ഉപയോഗിച്ചാൽ നല്ലത്. മറ്റുള്ളവർ നിങ്ങളെ പഴിചാരുക ഏത് രീതിയിൽ എന്തൊക്കെ പറഞ്ഞാലും അതിൽ വീണു പോകാതിരുന്നാൽ അത്രയും നല്ല. അല്ലാത്ത പക്ഷം നിങ്ങൾ വീണ്ടും തിരിച്ചു പഴയപടിയാകുന്നുണ്ട്. കാരണം ഇവിടെ ക്യൂൻ ഓഫ് സോർഡ്സ് ആൻഡ് ഫുൾ എനർജി കണക്ഷൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് വെച്ചാൽ നിങ്ങൾ വളരെ കാം കെയറിങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു ചിന്തയാണ്. കാരണം ഒറ്റടിക്ക് കയറി സ്നേഹവും സഹാനുഭൂതിയും ത്യാഗത്തിൻ്റെയും മൂർത്തിമത് ഭാവമായിട്ട് നിൽക്കാതെ കുറച്ച് സ്വന്തം കാര്യം കൂടി നോക്കുന്നത് ഒരിക്കലും ഇവിടെ നിങ്ങൾ ഇവിടെ ചാണക്യതന്ത്രമാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം.
അപ്പോൾ നമ്മൾ പറയുമല്ലോ നേരെയുള്ള മരത്തിൽ ആണ് എപ്പോഴും വെട്ടിയിടാൻ, വളഞ്ഞ് ഇരിക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് ചാണക്യതന്ത്രമൊക്കെ ഉപയോഗിച്ച് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് കൊള്ളാമെന്ന് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങൾ വളരെയധികം അതായത് നിങ്ങൾക്കൊരു കഴിവുമില്ല, നിങ്ങളെ ഒന്നിനും കൊള്ളില്ല, നിങ്ങൾ ആ ഒരു രീതിയിലൊക്കെ പല രീതിയിലും ആളുകൾ നിങ്ങളെ കാണുന്നുണ്ടാവും. പക്ഷെ നിങ്ങളുടെ കഴിവുകളോ നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങളോ ചെയ്യാൻ, നിങ്ങൾ ചിലപ്പോൾ ഒരു വീട്ടമ്മയാണ് എങ്കിൽ നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല, മറ്റുള്ളവർക്ക് ജോലിയുണ്ട്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആളുകൾ സംസാരിക്കാം. നിങ്ങളെ ആരും താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത് ദയവായിട്ട് അനുവദിച്ചു കൊടുക്കാതിരിക്കുക. അങ്ങനെ അനുവദിച്ചു കൊടുത്താൽ ജീവിതകാലം മുഴുവൻ അത് അനുവദിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്കൊരു അവസരം വരുന്നുണ്ട്. ഇപ്പോൾ ജോലി ഇല്ലാത്ത ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ജോലിക്കുള്ളൊരു അവസരം വരുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടായിരിക്കും. ആരെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ നിങ്ങൾ കൂടെ പാർട്ട്ണറായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ ചോദിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഒന്നും നോക്കാതെ കണ്ണടച്ച് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ വർക്ക് ചെയ്യുക, ആരെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് അതിലേക്ക് പോവാം. പാർട്ട്ണർഷിപ്പിലേക്കാണെങ്കിൽ നല്ലത് തന്നെയാണ്. അത് ആലോചിച്ചിട്ട് എങ്ങനെയാണ് പാർട്ട്ണർഷിപ്പ് കാര്യങ്ങൾ, അതെങ്ങനെയാണ് അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ലീഗലായിട്ടുള്ള കോൺട്രാക്റ്റും കാര്യങ്ങളെ എഴുതി അത് വായിച്ചു നോക്കി അറിയാവുന്നൊരു ലീഗൽ അഡ്വൈസറുടെ അടുത്ത് നോക്കിപ്പിച്ചിട്ട് വേണം സൈൻ ചെയ്യാൻ എന്നുള്ളത് കൂടി പറയുന്നു. പരിചയത്തിൻ്റെ പുറത്ത് ഉള്ള രീതിയിലാവരുത് കാര്യങ്ങൾ. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. പിന്നെ പറയാനുള്ളത് വിശ്വാസമാണ്, സ്വയമുള്ള വിശ്വാസം. അതായത് നിങ്ങളെക്കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലായിരുന്നിരിക്കാം ഇതുവരെ. നിങ്ങളെക്കൊണ്ട് പറ്റും, നിങ്ങൾ വിചാരിച്ചാൽ. അതിന് നിങ്ങൾ വിചാരിക്കണം ആദ്യം. നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തി കൂടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ചില സിറ്റുവേഷനിൽ നിങ്ങൾ റെഡി ആയിട്ടില്ല, എനിക്ക് ആലോചിക്കണം, എനിക്ക് ചിന്തിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആലോചിക്കാം. പക്ഷേ ഒരു ദിവസം 3 ദിവസത്തിൽ കൂടുതൽ ആലോചിക്കാൻ സമയമെടുക്കാതെ ദിവസക്കണക്ക്, അതായത് 24 hours ആലോചിച്ച് തീർന്നാൽ അത്രയും നല്ലത്. മാക്സിമം 3 ദിവസം. അമിതമായിട്ട് ആലോചിച്ചുകൊണ്ട് മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അമിതമായിട്ട് ആലോചിക്കുന്നത് അതിലേക്ക് പോകാനുള്ളൊരു ഭയം കൊണ്ടാണ്, ഒരു പ്രൊക്രാസ്റ്റിനേഷനാണ്. അത് വേണ്ട. അത് ആലോചിച്ചിട്ട് തീരുമാനത്തിലേക്ക് പോയി. യു ആർ റെഡി. നിങ്ങൾ റെഡി അല്ലാന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങൾ റെഡിയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഓക്കെ, അതേപോലെ തന്നെ ക്യൂൻ ഓഫ് സോർട്സ് ആൻഡ് ഹാങ്ഡ് മാൻ എനർജിയാണ്. നിങ്ങൾ സ്റ്റക്കാണ്, നിങ്ങളിവിടെ ഹാങ്ഡ് മാൻ എനർജി സിറ്റുവേഷൻസ് ഉണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇനിയും പ്രിപ്പയർ ആവണം, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല, എന്തെങ്കിലും എക്സാംസ്, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ആണെങ്കിൽ എനിക്ക് ടൈം ഇല്ല, അല്ലെങ്കിൽ റെഡി ആവണം, കുറച്ചും കൂടി ശരിയാവണം, അല്ലെങ്കിൽ അടുത്ത ടെസ്റ്റ്, അങ്ങനെയൊക്കെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് എത്ര അറ്റംപ്റ്റ്സ് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിൽ ഇപ്രാവശ്യം പോയി എഴുതുക, ഇനി കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ആവാം എന്നുള്ളൊരു രീതിയിലേക്ക് പോകാം. പക്ഷേ ഈ പ്രാവശ്യത്തെ വിടേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് പോവാം. പിന്നെ ചില പ്രത്യേക എക്സാംസ്, അതായത് 3 അറ്റംപ്റ്റ് ആകെ പറ്റുള്ളൂ എന്ന് പറയുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്യാം. അതല്ലാതെ വെറുതെ ആണെങ്കിലും ട്രൈ ചെയ്യുന്നതിന് സാധ്യതകൾ നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കും. അല്ലാത്ത പക്ഷം മുന്നോട്ടേക്ക് പോകില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ എല്ലാ പ്രാവശ്യവും നിങ്ങൾ ഒരിക്കലും പ്രിപ്പയർഡ് അല്ല എന്നുള്ളൊരു തോന്നലാണ്. പിന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ജോലിയിൽ ഒത്തിരി അമിതമായിട്ടുള്ള ജോലിഭാരം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നതല്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഈ ജോലിയിൽ ഞാൻ സ്റ്റക്കായി, ഇനി സാധ്യതകളില്ല എന്നൊക്കെ ചിന്തയാണ്. അപ്പോൾ ഈ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ, അതായത് അവർ നിങ്ങളെ വാല്യൂ ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ ജോലിക്ക് ശ്രമിക്കുക. നല്ല ജോലി ലഭിക്കുകയാണെങ്കിൽ ജോലിയുമായിട്ട് മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ അങ്ങനെ പുതിയ ജോലിയിലെ സാധ്യതകളുള്ള സമയമാണ് ഇപ്പോൾ. പുതിയ ജോലി കിട്ടാൻ, പുതിയ ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റിയ സമയമാണ്. അതായത് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇൻ്റർവ്യൂ ഓഫർ ലെറ്റേഴ്സ് ഒക്കെ ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി ഒന്ന് മാറ്റി പിടിക്കുക. അതായത് ഭയങ്കരമായിട്ട് സ്റ്റക്കാണ്, ആത്മവിശ്വാസക്കുറവ്, ഇതൊക്കെ മാറ്റി പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവന്നാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങളിലേക്ക് എത്താം. അതിനുള്ള ഒരു സാഹചര്യവും മറ്റും വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ടവർ മൂവ്മെൻറ്റ് ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. വീട്ടിലെ കാര്യങ്ങൾ, കുടുംബത്തിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വീട്, കുടുംബം, അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കുടുംബം, പ്രത്യേകിച്ച് വീട്ടിലും ചില അറ്റകുറ്റപ്പണികൾ കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. റീബിൽഡിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊന്ന് ഒരു സൈഡ് പൊളിച്ച് കളഞ്ഞിട്ട് അത് വീണ്ടും പണിയുന്ന സിറ്റുവേഷൻ ആകാം. എന്തെങ്കിലും പൊളിച്ചു പണിയാനുള്ളൊരു അവസരം വരുന്നുണ്ട്. അപ്പോൾ അത് വീട്ടിലെന്തെങ്കിലും സിറ്റുവേഷൻസോ അല്ലെങ്കിൽ വീടിന് പുറത്ത് ചെറിയ എന്തെങ്കിലും ഗസ്റ്റ് ഹൗസ് പോലെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ
പുറത്ത് ബാത്റൂം ഉള്ളവരായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പൊളിച്ചു പണികൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ താമസിക്കുന്ന ഇടം അവിടെ പൊളിച്ചു പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നതിനുള്ളൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പഴയ എന്തെങ്കിലും കാര്യങ്ങൾ പൊളിച്ചിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും പണിയുന്നതാവാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.